ചെണ്ടുമല്ലിപ്പൂവ് കാണാൻ വളരെ പ്രതീക്ഷയോടെ വന്നതായിരുന്നു ഞങ്ങൾ. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടുള്ള വൃന്ദാവനം ഹിൽസാണ്. ഈ കാണുന്ന സ്ഥലത്തെല്ലാം ചെണ്ടുമല്ലി നിറയെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത് വിളവെടുത്ത് കഴിഞ്ഞിരുന്നു. കണ്ണനും രാധയും എന്നു പേരുള്ള ഒരു പശുവും കാളക്കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്നത് വെച്ചൂർ പശുവാണ്. ഇവിടെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയോടെയാണ് ഇവിടെ എത്തിയത്. ഇനി ഇവിടെ തറയൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി അവർ വീണ്ടും വിത്തിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവിടെ നിൽക്കുന്ന ചേച്ചിമാർ പറഞ്ഞു. ഇത് കശുമാവാണ്. കശുമാവ് മാത്രമല്ല, പലതരത്തിലുള്ള മരങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട്. എല്ലാം അവർ കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തിയിട്ടുമുണ്ട്. ഇവിടെ ആദ്യമായാണ് പൂക്കൾ കൃഷി ചെയ്തിരുന്നതെങ്കിലും ഈ കാഴ്ച കാണാൻ എല്ലാവരും എത്തിയിരുന്നു. സ്കൂൾ കുട്ടികളും നാട്ടുകാരും പിന്നെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ എത്തുന്നതായി അവിടെയുള്ളവർ പറഞ്ഞു. ലാൻഡാന അഥവാ കൊങ്ങിണി എന്ന് അറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള കാട്ടുചെടിയാണിത്. ഇത് ഇവിടെ പല കളറിലും അവർ നട്ടിട്ടുണ്ട്. ഈ ചെടികളിലെല്ലാം നിറയെ പൂക്കളുമുണ്ട്. ചെടികൾ ഇവിടെ സെയിലിനില്ല. ഇപ്പോൾ സെയിലിനില്ലെങ്കിലും ഭാവിയിൽ സെയിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടെന്ന് അതിൻ്റെ ഓണർ പറയുന്നുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സമീപത്തായി തന്നെ ഒരു മീൻകുളമുണ്ട്. അതിൽ കുറച്ച് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബോഗൺവില്ല വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കളുമുണ്ട്. കുളത്തിൽ മീനിട്ടിട്ടുണ്ട്. കുളത്തിൻ്റെ ബാക്ക് സൈഡിലായി കുറച്ച് ചെടികളും നട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സമീപത്തായി ഇരിക്കാൻ ബെഞ്ചൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ബോഗൺവില്ല വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കളുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വന്നിരുന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങാറ്. അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതൊക്കെ കണ്ട ശേഷം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് മടങ്ങുന്നു. നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ പ്ലാവും മാവും ഒക്കെ നട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ചിപ്പഞ്ചിറ പാലം. ഇതാണ് ചിപ്പഞ്ചിറ പാലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ സമീപത്തായി തന്നെ കുറച്ച് ആഴം കുറവുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ്. അവിടെ നമ്മൾ ഇറങ്ങിയ ശേഷം മാത്രമാണ് കുട്ടികളെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയത്. കുട്ടികൾ ഒരു 5-10 മിനിറ്റ് മാത്രമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം നമ്മൾ ഇവിടെ നിന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.